ഓ സോറി. ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു കേക്കിന്റെ പീസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് കഴിഞ്ഞു പോയതിനാൽ ഇതൊരു ന്യൂ ഇയർ പ്ലം കേക്കായി മാറി. ഇത് അടിപൊളി കേക്കാണ്, ന്യൂ ഇയർ സ്പെഷ്യൽ കേക്കാണ്. ഇത് വളരെ സ്പെഷ്യൽ ആണ്. ബിക്കോസ് ഇറ്റ്സ് എഗ്ലെസ്, ഷുഗർലെസ്, മൈദാലെസ്, വിനെഗർലെസ്, ആൽക്കഹോൾലെസ്. അങ്ങനെ ഒരു പ്ലം കേക്കിൽ സാധാരണ നമ്മൾ ചേർക്കുന്ന ഒന്നും തന്നെ ഈ കേക്കിലില്ല. ഗ്യാസ് സ്റ്റവിൽ ബേക്ക് ചെയ്തെടുത്തതാണ്. ഓവർനൈറ്റ് ഫ്രൂട്ട് ജ്യൂസിൽ സോക്ക് ചെയ്തെടുത്തിട്ടുമില്ല. എല്ലാവരും അപ്പോൾ ഉണ്ടാക്കി നോക്കുമല്ലോ. ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ചെയ്യുമല്ലോ. എന്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെയാണ് കേക്കിൽ ചേർക്കുവാനായി ഞാൻ എടുത്തത്. കാഷ്യൂ നട്ട്സ്, ടൂട്ടി ഫ്രൂട്ടി, ഈന്തപ്പഴം, ബ്ലാക്ക് റേസിൻസ്, ഡ്രൈഡ് ഫ്രൂട്ട്സ് ഇവയൊക്കെ എടുക്കാം. 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യാം. ടൂട്ടി ഫ്രൂട്ടിയും ഉണങ്ങിയ ഫ്രൂട്ട് പീസസ്, അതായത് ഡ്രൈഡ് ഫ്രൂട്ടൊക്കെ ഒരേപോലെയാണ് ഇരിക്കുന്നത് കളർ കൊണ്ടൊക്കെ. എല്ലാ ഐറ്റംസിൽ നിന്നും കുറച്ച് ബാക്കി വെച്ചിട്ടാണ് സോക്ക് ചെയ്യുന്നത്. അവ കേക്ക് മിക്സിൽ ഡയറക്റ്റായിട്ട് ചേർക്കുവാനായിട്ടാണ് വെച്ചിരിക്കുന്നത്. 1/2 മണിക്കൂർ ഈ ജ്യൂസ് ഇങ്ങനെ ഇരിക്കട്ടെ. 1/2 കപ്പ് ശർക്കര ഗ്രേറ്റ് ചെയ്തെടുത്ത് ചൂടുവെള്ളത്തിൽ ശർക്കര പാനി ഉണ്ടാക്കാം. ഓറഞ്ചിൻ്റെ തൊലിയെടുത്ത് ഓറഞ്ച് റിൻഡ് ഗ്രേറ്റ് ചെയ്തെടുക്കുക. 1/2 മണിക്കൂർ കഴിഞ്ഞ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ശർക്കര പാനിയിലേക്ക് ചേർക്കുക. ബട്ടർ മിൽക്കിനായി 2 ടേബിൾ സ്പൂൺ തൈരിലേക്ക് പാൽ ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഒരു ചെറിയ ചൂട് പാലിനുള്ളത് നല്ലതാണ്. തൈരിൻ്റെ കട്ടയൊക്കെ നല്ലവണ്ണം ഉടച്ചെടുക്കുക. കുറച്ച് കറുവാപ്പട്ട, 4 ഗ്രാമ്പൂ, ഇവ 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുക്കുക. നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ടുന്നതിനാണ് പഞ്ചസാര കൂടി ചേർക്കുന്നത്. മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, കറുവാപ്പട്ടയും ഗ്രാമ്പൂവും പൊടിച്ചത്, ഇവയെല്ലാമാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇവ നമുക്ക് അരിച്ചെടുക്കാം. വീറ്റ് ഫ്ലോർ ആയതുകൊണ്ട് കേക്ക് നന്നായി പൊങ്ങി വരുവാൻ 2-3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത് നല്ലതാണ്. മൂന്ന് പ്രാവശ്യമായി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുത്തു. 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ ശർക്കര ഡ്രൈ ഫ്രൂട്ട്സ് മിക്സറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഗ്രാജുവലായി ആഡ് ചെയ്യാം. ഓരോ തവണയും ആഡ് ചെയ്യുമ്പോൾ നന്നായി ഇളക്കി ചേർക്കുക. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ബട്ടർ മിൽക്കാണ്. അത് ചേർത്ത് കൊടുക്കാം. ബട്ടർ മിൽക്കും കുറേശ്ശെയായി ആഡ് ചെയ്യുക. ഇപ്പോഴാണ് ഓറഞ്ച് റിൻഡും ബാക്കി വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് മിക്സ് ചെയ്യേണ്ടത്. ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യാതെ കൈകൊണ്ട് ഇതുപോലെ പതുക്കെ ഇളക്കി യോജിപ്പിക്കുക. കേക്ക് ബാറ്റർ റെഡിയായി. കേക്ക് ടിന്നിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ചിരിക്കുകയാണ്. കേക്ക് ബാറ്റർ വെച്ച് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ബാറ്ററിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകുവാനാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇഷ്ടമുള്ളതുപോലെ കേക്കിന് മുകളിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം ഡെക്കറേഷന് വേണ്ടിയിട്ട്. ബട്ടർ പേപ്പർ കേക്ക് ടിന്നിന് മുകളിലേക്ക് പൊങ്ങി നിൽക്കത്തക്ക വണ്ണമാണ് വെച്ചത്. കേക്ക് കൂടുതൽ പൊങ്ങി വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. 10 മിനിറ്റോളം പ്രീഹീറ്റ് ചെയ്ത് ഒരു അലുമിനിയം വെസലാണിത്. അതിലൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കേക്ക് ടിൻ ഇറക്കി വയ്ക്കാം. പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് വേണം പ്രീഹീറ്റ് ചെയ്യുക. ഇനി ഈ വെസൽ അടച്ചു വെച്ച് 45 തൊട്ട് 1 മണിക്കൂർ വരെ സമയം ലോ ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്യണം. അടപ്പിന് മുകളിൽ ഭാരമുള്ള എന്തെങ്കിലും വെച്ച് കൊടുത്ത് ടൈറ്റായിട്ടിരിക്കുന്നത് നല്ലതായിരിക്കും. ഒരു 45 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ കേക്ക് പാകമായോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ എൻ്റെ കേക്കിന് 1 മണിക്കൂർ എടുത്ത് ശരിക്കും പാകമാകുവാൻ. ബട്ടർ പേപ്പർ മാറ്റാം. സൂപ്പർ സോഫ്റ്റ് പ്ലം കേക്ക് റെഡിയായി.
മൈദയും ഷുഗറും ഒന്നും ആഡ് ചെയ്യാതെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് കഴിക്കാൻ പറ്റിയ കേക്കാണിത്. ഈ സൂപ്പർ സോഫ്റ്റ് കേക്ക് ഉണ്ടാക്കാതെ ഇരിക്കരുതേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക.